കരമന കളിയിക്കാവിള പാത വികസനം നടപ്പാക്കാത്ത ഇടതു സർക്കാരിനെതിരെ ബിജെപി നടത്തിയ ഹൈവേ മാർച്ച് ജനകീയമായി. ബിജെപി തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു നയിച്ച മാർച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ബാലരാമപുരത്ത് നിന്ന് 1000-ഓളം അണികൾ പങ്കെടുത്ത ഹൈവേ മാർച്ച് നെയ്യാറ്റിൻകര ജംഗ്ഷനിലാണ് സമാപിച്ചത്. പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സർക്കാർ തറക്കല്ലിട്ട തിരുവനന്തപുരത്തെ കരമന കളിയിക്കാവിള ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കാത്തതിൽ ശക്തമായ പ്രതിഷേധ മാർച്ചാണ് ബിജെപി തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇടതു വലതു മുന്നണികളുടെ 4 സർക്കാരുകളുടെ കാലത്തായി കരമന മുതൽ കളിയിക്കാവിള വരെയുള്ള 30 കിലോമീറ്റർ ദൂരത്ത് വെറും 11 കിലോമീറ്റർ മാത്രമാണ് യാഥാർത്ഥ്യമായത്. സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു നയിച്ച മാർച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. വികസന മുരടിപ്പ് നേരിടുന്ന തലസ്ഥാനത്ത് 15 കൊല്ലമോ 10 കൊല്ലമോ ഭരണം വേണ്ടെന്നും 5 കൊല്ലം ബിജെപിക്ക് ഭരിക്കാൻ അവസരം തന്നാൽ വികസനം കൊണ്ടുവരുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. 10 കൊല്ലം മുമ്പ് സഖാവ് പിണറായി വിജയൻ എല്ലാം ശരിയാവും, എല്ലാം ചെയ്തു തരും, വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു സർക്കാരാണ് 10 കൊല്ലം ഇവിടെ നടന്നിരിക്കുന്നത്. ജനങ്ങൾ ബിജെപിക്ക് ഒരു അവസരം തന്നാൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇലക്ഷനിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ കോർപ്പറേഷനും വികസനം കൊണ്ടുവരാൻ ബിജെപി ഇന്ന് ഉറപ്പു നൽകുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം, അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. മുൻ CPM കോൺഗ്രസ് നേതാക്കളായ ആയിരക്കണക്കിന് അണികൾ പങ്കെടുത്ത മാർച്ച് ജനകീയമായി മാറി. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെയുള്ള പ്രതിഷേധ അലയൊലികൾ മാർച്ചിലുടനീളം പ്രകടമായിരുന്നു. 2.5 മണിക്കൂർ നീണ്ടുനിന്ന മാർച്ച് നെയ്യാറ്റിൻകര ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ ജനസാഗരമായി മാറി. ഹൈവേ മാർച്ചിന്റെ സമാപനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു ദേശീയപാത 15 വർഷം കൊണ്ട് 10 കിലോമീറ്ററും ഇനി ഒരു 30 വർഷം കൊണ്ട് ബാക്കി 20 കിലോമീറ്ററും എത്തുന്ന ഒച്ചിനെ നാണിപ്പിക്കുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. 30 കിലോമീറ്ററിന് 45 വർഷം എടുക്കുന്ന ഒരു സർക്കാരും ദൈനംദിനം 34 കിലോമീറ്റർ ദേശീയപാതയുണ്ടാക്കുന്ന മറ്റൊരു സർക്കാരും തമ്മിലുള്ള മത്സരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന മത്സരം. ജനം, തിരുവനന്തപുരം.